കേരളത്തിൽ ബി.ജെ.പിയും കോൺഗ്രസും തമ്മിൽ അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വടക്കാഞ്ചേരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച ഇടതുപക്ഷം മുന്നോട്ടു പോകുമ്പോൾ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോലും UDF-ഉം BJP-യും തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വികസനങ്ങളെ അപ്പാടെ എതിർക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്റേത്. കേരളത്തിൽ BJP-യും കോൺഗ്രസും തമ്മിൽ വ്യക്തമായ ഡീൽ നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ സഹായമില്ലാതെ BJP-ക്ക് ഒരിടത്തും വിജയിക്കാൻ സാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എവിടെയെല്ലാം BJP ജയിക്കുന്നുണ്ടോ അവിടെയെല്ലാം കോൺഗ്രസ് സാന്നിധ്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് KC വേണുഗോപാലാണെന്നും ഇതിന്റെ ഭാഗമായി പോറ്റി പലതവണ സോണിയാഗാന്ധിയെ കണ്ടത് എന്തിനാണെന്നും അദ്ദേഹം ചോദ്യമുന്നയിച്ചു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്നും തുടർച്ചയായ മൂന്നാം തവണയും LDF അധികാരത്തിൽ വരുമെന്നും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ PK ബിജു, M ബാലാജി, PN സുരേന്ദ്രൻ എന്നിവരും പങ്കെടുത്തു. വർഗീയതക്കെതിരായിട്ടുള്ള ശരിയായ ദിശാബോധത്തോടുള്ള പ്രവർത്തനത്തിൽ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി വർഗീയ സംഘർഷങ്ങളും വർഗീയ സംഘടനകളും ഒന്നുമില്ലാത്ത ഒരു നാടായിട്ട് മുന്നോട്ടേക്ക് നയിക്കാൻ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിന് ഇനിയും കേരളത്തെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്തു ജനങ്ങളുടെ പൊതുബോധത്തെ മാനവീയതയെ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കണം. അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ കേരളം ഉണ്ടാവില്ല എന്നുള്ള കേൾക്കുകയും ഞങ്ങൾ നല്ലപോലെ വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം കേരളത്തിന്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ച ലോകത്തെ തന്നെ ഒരേ ഒരു പ്രതിപക്ഷ പാർട്ടിയാണ് UDF. അതിന്റെ ഭാഗമായ കോൺഗ്രസ് ഉൾപ്പെടെ അത് രാഷ്ട്രീയ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു വികസന പ്രവർത്തനവും ഞങ്ങൾ അനുവദിക്കില്ല. ഒരു വികസന പ്രവർത്തനത്തിനും ഞങ്ങൾ പിന്തുണന്നിരിക്കില്ല. നാഷണൽ ഹൈവേയുടെ കാര്യം അതാണ്, കേരള പദ്ധതിയുടെ കാര്യം അതാണ്,